ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തും പ്രതി. മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ പ്രതിപ്പട്ടികയിൽ ചേർത്ത് SITയുടെ ഇടക്കാല റിപ്പോർട്ട്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കലടക്കം കുറ്റങ്ങൾ. ദേവസ്വം ബോർഡ് അംഗം A. അജികുമാറും പ്രതിയാകും. SITയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് PS പ്രശാന്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ കയ്യാങ്കളി. UDF BJP കൗൺസിലർമാർ നേർക്കുനേർ. ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനെ ചൊല്ലി വാക്കേറ്റം. BJP കൗൺസിലറുടെ ഷർട്ട് വലിച്ചുകീറി. തന്റെ മുഖത്ത് BJP കൗൺസിലർമാർ ചൂടുവെള്ളമൊഴിച്ചെന്ന് UDF കൗൺസിലർ വൈഷ്ണ സുരേഷ്. ഹാജർ ബുക്ക് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്ന് മേയറുടെ വിശദീകരണം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിയുടെ വാദം കേൾക്കാതെ ജാമ്യം റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. പ്രോസിക്യൂട്ടർ കോടതിയിൽ തെറ്റായ കാര്യങ്ങൾ അറിയിച്ചെന്ന സർക്കാർ നിലപാടിന് വിമർശനം. 27 ദിവസം പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടായിട്ടും എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ചോദ്യം. 3 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ നിർണായക ചർച്ചകൾ. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കി കേരളവും തമിഴ്നാടും. ജനങ്ങളുടെ സുരക്ഷയും കുടിവെള്ളവുമാണ് പ്രധാനമെന്ന് സമിതി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി. അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ കടുത്ത നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ചമ്പത് റായെ വിശദമായി ചോദ്യം ചെയ്തു. ക്ഷേത്രത്തിന്റെ പണം നിക്ഷേപിച്ച ബാങ്കിലെ 2 ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തേക്കും. അറസ്റ്റിലായ ജീവനക്കാരുടെ വീട്ടിൽ നിന്നും ലക്ഷങ്ങൾ കണ്ടെടുത്തു. PSC മൂല്യനിർണ്ണയ പിഴവിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം വരുന്നു. ആസൂത്രണ ബോർഡിലേക്കുള്ള നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കും. മാർക്കിടാതെ വിട്ട 10 ഉത്തരങ്ങൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തും. തീരുമാനം PSC യോഗത്തിൽ. കരിമണലിൽ വിശദീകരണവുമായി വ്യവസായ മന്ത്രി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം അനുവദിക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആലപ്പുഴയിലെ കരിമണലിൽ തൊടാൻ അനുവദിക്കില്ല. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിൽ അന്വേഷണം വേണമെന്ന് G. സുധാകരൻ. PMശ്രീയിൽ ഇടതു സർക്കാരിനെ തള്ളാതെ വിദ്യാഭ്യാസ മന്ത്രി. ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായതെന്ന് N. ഷംസുദ്ദീൻ. കരാറിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും മന്ത്രി നിയമസഭയിൽ. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. ക്രമവിരുദ്ധമായി പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. ഊരാളുങ്കൽ ഗുണനിലവാരം കർശനമായി പാലിക്കുന്നു. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി. മന്ത്രിമാരും MLAമാരും പരിഗണിക്കുന്നില്ലെന്ന പരാതിയുമായി മുസ്ലിം യൂത്ത് ലീഗ്. നിശിത വിമർശനം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ. മന്ത്രിമാർ പാർട്ടി നേതൃത്വത്തെ അനുസരിക്കുന്നില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനമടക്കമുള്ള ഘട്ടങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ലെന്നും വിമർശനം. നഴ്സുമാരുടെ സമരത്തിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി. ഒരാഴ്ചയ്ക്കകം നടപടി ഉണ്ടാകും. മിനിമം വേതനം ആക്ട് നടപ്പിലാക്കും. നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും K. മുരളീധരൻ. നടി ഹണി റോസിനോട് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ. താൻ പറഞ്ഞ വാക്കുകളുടെയും അതുണ്ടാക്കിയ ആഘാതത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ക്ഷമാപണം സ്വീകരിച്ച ഹണി റോസ്. കേസ് പിൻവലിക്കണമെന്നും ബോബി ചെമ്മണ്ണൂർ. ലോകകപ്പിൽ ബ്രസീലിൽ നിന്ന് അഗ്നി പരീക്ഷ. നോക്കൌട്ടിലെ എതിരാളികൾ ജപ്പാൻ. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് കാനഡ ആദ്യമായി പ്രീ ക്വാർട്ടർ.